ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിൽ നിർത്തിയ കണ്ടെത്തലിൽ മാതൃഭൂമി ന്യൂസിലൂടെ വഴിത്തിരിവ്. ഈ ഉപകരണം ഇവിടുന്ന് നന്നാക്കാൻ വേണ്ടി കൊച്ചിക്ക് അയച്ചതാണോ ഈ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം? ഇല്ല, നമ്മുടെ അവിടെ സർവീസ് എഞ്ചിനീയർ ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ബോക്സിലുണ്ടായിരുന്നത് കാണാതായ ഉപകരണത്തിന്റെ ബില്ലല്ലെന്നും നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പരിശോധിച്ചതിന്റെ ഡെലിവറി ചെല്ലാനായിരുന്നുവെന്നും കൊച്ചിയിലെ സ്ഥാപന ഉടമ വ്യക്തമാക്കി. കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിയതിന്റെ ബില്ലല്ലെന്നും കമ്പനി വ്യക്തമാക്കുന്നു. നെഫ്രോസ്കോപ്പിന് കഴിഞ്ഞ ആഴ്ച ദിവസം പുള്ളി കൊണ്ട് കൊടുത്താൽ തോന്നുന്നു. അത് പുള്ളിയെ ചെക്ക് ചെയ്തപ്പോഴത്തേ വർക്ക് ചെയ്യില്ല. പിന്നെ പുള്ളി അപ്പൊ തന്നെ കൊണ്ട് DC തിരിച്ചു കൊടുത്തു. ഓക്കെ. അതിന്റെ കവറിന്റെ പുറത്ത് കൊച്ചിയിലെ അഡ്രസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടേ അതിപ്പോ നമ്മുടെ ഓഫീസ് അഡ്രസ്സിൽ ഇടാൻ പറ്റുള്ളൂ. ഓഹോ. ഡോക്ടർ ഹാരിസിനെതിരെ അധികൃതർ ഉയർത്തിയ ആരോപണങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. ഡെലിവറി ചെല്ലാനിൽ നെഫ്രോസ്കോപ്പ് എന്ന് എഴുതുന്നതിന് പകരം മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് സ്റ്റാഫിന് പറ്റിയ പിഴവാണെന്നും സമ്മതിക്കുന്നുണ്ട് കമ്പനി ഉടമ. അതിനകത്ത് ഈ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നെന്നും ബില്ലുണ്ടായിരുന്നു ഇന്ന് സർവീസ് എഞ്ചിനീയർ തെറ്റ് ചെയ്ത് കൊടുത്താ പുള്ളി മോസിലോസ്കോപ്പിന്റെ പ്രശ്നങ്ങളോട് നടന്നുകൊണ്ടിരിക്കില്ല. പുള്ളി അപ്പൊ മോസിലോസ്കോപ്പ് എഴുതി കൊടുക്കും. ഓ, അങ്ങനെ ഈ സർവീസ് എഞ്ചിനീയർക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. അതാണ്, മോസിലോസ്കോപ്പ് ഒന്നല്ലേ ഉള്ളൂ. ഓഹോ. അതവിടെ ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കുരുക്കാനുള്ള ആരോഗ്യവകുപ്പ് നീക്കമാണ് കമ്പനി ഉടമയുടെ വിശദീകരണത്തോടെ പൊളിഞ്ഞത്. കാണാതായ ശസ്ത്രക്രിയാ ഉപകരണവും പുതിയ ബോക്സും ബില്ലും ഹാരിസിന്റെ മുറിയിൽ നിന്നും കിട്ടിയെന്നും ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നുമായിരുന്നു പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താസമ്മേളനം വിളിച്ചാരോപിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.